പാതവില തട്ടിപ്പിൽ പ്രതി അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. മൂവാറ്റുപുഴ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. അതേസമയം കേസിലെ അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ നൽകാൻ സാധ്യതയുണ്ട്. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അനന്തകൃഷ്ണൻ പ്രതികരിച്ചിരുന്നതുമാണ്. കിരൺകുമാർ വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, ഈ ജാമ്യാപേക്ഷ കോടതി എപ്പോഴാണ് പരിഗണിക്കുക? അനു, ഇന്ന് 11 മണിയോടുകൂടി തന്നെ ഈ കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഈ അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ജാമ്യാപേക്ഷയുമായി അനന്തകൃഷ്ണൻ കോടതിയെ സമീപിച്ചത്. എന്നാൽ ഇന്നലെ ഈ കസ്റ്റഡി പൂർത്തിയാക്കി പോലീസ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആ സമയത്താണ് ഇന്ന് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിയിരിക്കുന്നത്. ഏതായാലും പോലീസ് ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അനന്തുവിന് ജാമ്യം നൽകരുത് എന്നുള്ളൊരു വാദം തന്നെയാണ് പോലീസ് ഉന്നയിക്കുന്നത്. കാര്യം ഈ കേസിൽ ഉന്നത ബന്ധങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം ഈ പ്രതി അനന്തകൃഷ്ണൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. രാഷ്ട്രീയ നേതാക്കൾക്കും ജുഡീഷ്യറിയിലെ ഉന്നതർക്കടക്കം ഇതിൽ ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ എത്തിച്ചപ്പോൾ അനന്തകൃഷ്ണൻ പ്രതികരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അനന്തുവിന് ജാമ്യം നൽകി കഴിഞ്ഞാൽ അത് കേസിൻ്റെ അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വാദം തന്നെയാണ് പോലീസ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് SP സോജൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. 11 DYSPമാരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും അന്വേഷണം നടത്തുക. ഒപ്പം തന്നെ സൈബർ പോലീസും ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഏതായാലും സംസ്ഥാന വ്യാപകമായി നടന്ന ഒരു തട്ടിപ്പാണ്. ഈ തട്ടിപ്പിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് ഇതിൻ്റെ ഫയലുകൾ അടക്കമുള്ള കാര്യങ്ങൾ പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ച് കൂടി ഈ പ്രതിയുമായി ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ക്രൈംബ്രാഞ്ചും ഈ കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെടും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി കിരൺ.